ചൂടത്ത് കണ്ടുപോയിട്ട് KCBക്കാരെ വിളിച്ച് മടുത്തവരാണോ നിങ്ങൾ? എങ്കിൽ ദാ ഇതൊന്ന് കണ്ടു നോക്കൂ. നമ്മുടെ നാട്ടിൽ കണ്ടുപോകുന്നത് ഇപ്പോൾ ഒരു വാർത്തയല്ല സുഹൃത്തുക്കളെ, അതൊരു ഡെയിലി റുട്ടീനാണ്. പകൽ പോയാൽ എങ്ങനെയെങ്കിലും സഹിക്കാം, പക്ഷെ ഈ രാത്രികാലങ്ങളിൽ പോയാലോ പറയുകയേ വേണ്ട. ചൂട് സഹിക്കാതെ ജനലൊന്ന് തുറന്നിട്ടാൽ മതി, കൊതുകുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ലൊക്കേഷൻ ഷെയർ ചെയ്ത് ഫാമിലി സഹിതം എത്തും. വിളിച്ചു പറ്റിയതുപോലെ ചുറ്റും ഇരുന്ന് പാട്ടും പാടി ചോര കുടിക്കാൻ തുടങ്ങും. ഫാനുമില്ല കാറ്റുമില്ല വിയർത്ത് കുളിച്ച് കൊതുകിനെ അടിച്ച് നമ്മൾ നേരം വിളിപ്പിക്കും. അവസാനം രാവിലെ കറണ്ട് വരും, ഒരു കള്ളച്ചിരിയോടെ ദാ ഞാൻ വന്നല്ലോ എന്ന് പറഞ്ഞു. നേരം വിളിക്കുമ്പോഴേക്കും നമ്മുടെ സിസ്റ്റം മൊത്തത്തിൽ ഹാങ് ആയിട്ടുണ്ടാകും. KCB വിളിച്ചാലോ ലൈൻ എപ്പോഴും ബിസി. 1912 വിളിച്ചാൽ മാന്യമായി മറുപടി കിട്ടും. പക്ഷെ അതല്ല വിഷയം, കറണ്ട് പോയാൽ വീട്ടിലിരിക്കുന്ന നമ്മുടെ അവസ്ഥയാണ് വിഷയം. കുഞ്ഞിന് ഈ KCBയുടെ പ്രകസനങ്ങളൊന്നും അറിയില്ലല്ലോ. ചൂട് കാരണം അവൾ കിടന്ന് കരയാൻ തുടങ്ങും. പിന്നെ ഞാൻ ഉറക്കമൊഴിഞ്ഞ് ബുക്ക് എടുത്ത് വീശലോട് വീശൽ. വീശി ഒടുവിൽ എന്റെ കൈ ഒടിയുന്ന അവസ്ഥയാകും. ഇതിനൊരു സ്ഥിര പരിഹാരം കാണാതെ ഇനി പറ്റില്ലെന്നായി. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ദേ ഈ സംഭവം, ഹൈക്ക് ആൻഡ് ഹലോ. ഇപ്പോൾ 2 വർഷമായി ഇത് നമ്മുടെ വീട്ടിലുണ്ട്. ഒരു കാര്യം സത്യമാണ്, ഇത് വന്നതിന് ശേഷം എന്റെ കുഞ്ഞു ഹാപ്പി, ഞാൻ അതിലേറെ ഹാപ്പി. പക്ഷേ ഞാനിത് വാങ്ങി വീട്ടിൽ വെച്ചപ്പോൾ നാട്ടുകാരും ചങ്ങാതിവരും ചോദിച്ചത് ഒരേ ചോദ്യമാണ്, ഇതിന് വില കുറച്ച് കൂടുതലല്ലേ കൊച്ചേ? എന്റെ വീട്ടിൽ ഇതിലും എത്രയോ വില കുറഞ്ഞ ഒരെണ്ണം ഇരിപ്പുണ്ട്. രണ്ടിന്റെ ഉപയോഗം ഒന്ന് തന്നെയല്ലേ? അങ്ങനെ അങ്ങ് ചിന്തിക്കലേ തെറ്റി. പഴയ വില കുറഞ്ഞ ഇൻവെർട്ടർ വാങ്ങി വീട്ടിൽ വെച്ചാൽ ഫാനും ലൈറ്റും കറങ്ങും. പക്ഷേ അതിന്റെ കൂടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും കറങ്ങിത്തീരും. ലെഡ് ആസിഡ് ബാറ്ററികളുടെ എഫിഷ്യൻസി വളരെ കുറവാണ്. അതായത് ഈ പഴയ വലിയ ബാറ്ററി ചാർജ് ചെയ്യാൻ വെച്ചാൽ കൊടുക്കുന്ന കറണ്ടിന്റെ 30 മുതൽ 40% വരെ എനിക്ക് ദാഹിക്കുന്നേ എന്ന് പറഞ്ഞ് അന്തരീക്ഷത്തിലേക്ക് ചൂടായി ആവിയാക്കും. നമ്മൾ വീട്ടിലൊരു ലൈറ്റ് പോലും ഇട്ടില്ലെങ്കിലും KCB വന്ന് കുറ്റടിക്കുന്ന അവസ്ഥ. എന്നാൽ നമ്മുടെ ലിഥിയം ബാറ്ററി അങ്ങനെയല്ല, പക്കാ കഞ്ഞിയാണ്. 95% മുകളിൽ എഫിഷ്യൻസി ഉള്ള ഒരു 1.5 പിശുക്കൻ. കറണ്ട് ഒട്ടുമേ പാഴാക്കില്ല. പുള്ളി എല്ലാം കൃത്യമായി എണ്ണിപ്പൊറുക്കി സൂക്ഷിച്ചോളൂ. അടുത്തത് ചാർജിങ് സ്പീഡാണ്. പഴയ ബാറ്ററി ചാർജ് ആകാൻ സാക്ഷാൽ ആമയെ പോലെയാണ്. ഫുൾ ചാർജ് ആകാൻ 12 മണിക്കൂർ വരെ എടുക്കും. അതായത് പകൽ മുഴുവൻ ഇരുന്ന് കറണ്ട് പമ്മി കുടിക്കും. മീറ്റർ ബോക്സ് റോക്കറ്റ് പോലെ കറങ്ങും. എന്നാൽ ഈ ഹൈക്ക് ആൻഡ് ഹലോ ശരിക്കും ഒരു മുയലാണ്. വെറും 4.5 മണിക്കൂർ കൊണ്ട് വലിച്ച് ഒറ്റയടിക്ക് ഫുൾ ചാർജ്. ചാർജിങ് സമയം പകുതിയാകുമ്പോൾ മീറ്റർ ബോക്സിന് കുറച്ച് വിശ്രമം കിട്ടും, കറണ്ട് ബില്ലും കുറയും. ചുരുക്കത്തിൽ പഴയ ആമ ബാറ്ററി നമ്മുടെ പോക്കറ്റ് കയറുമ്പോൾ ഈ മുയൽ ബാറ്ററി നല്ല രീതിയിൽ പണം ലാഭിച്ച് നമ്മുടെ കീശ ഭദ്രമാക്കും. അതുമാത്രമല്ല, പഴയ ട്യൂബുലർ ബാറ്ററി ആണെങ്കിൽ 3 മാസം കൂടുമ്പോൾ അതിന് തലപ്പത്തിലുള്ള സൂചികൾ നോക്കി ഡിസ്റ്റിൽഡ് വാട്ടർ അളവനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം ഒഴിക്കാൻ എങ്ങാനും മറന്നാൽ ഭാരതപ്പുഴ വറ്റിയതുപോലെ ബാറ്ററി വറ്റി അപ്പോൾ തന്നെ അത് അടിച്ചു പോകും. പിന്നെ പുതിയ ബാറ്ററി വാങ്ങാൻ 10,000 വേറെയും ഇറക്കണം. എന്നാൽ ഈ ഹൈക്ക് ആൻഡ് ഹലോയ്ക്ക് 0 മെയിൻ്റനൻസ് ആണ്. വാങ്ങി അവിടെ വെച്ചാൽ നമ്മൾ അതിന്റെ കാര്യം പിന്നെ ഓർക്കേണ്ട ആവശ്യമില്ല. അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. പഴയ ഇൻവെർട്ടർ ആണെങ്കിൽ ഭീമാകരമായ ഒരു ബാറ്ററിയും അതിന് മുകളിൽ പാമ്പ് ചുരുണ്ട് കൂടിയ പോലെ കുറെ വയറുകളും ഒക്കെ കാണാനാകെ ഒരു കമ്പി വേലി കെട്ടിയതുപോലെയാണ്. എന്നാൽ ഹൈക്കൺ ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. ഇൻവെർട്ടറും ബാറ്ററിയും ഒരുമിച്ച് ഒറ്റ പെട്ടിക്കുള്ളിലാണ്. കാണാൻ നല്ല പ്രീമിയം ലുക്കും. ഇതുകൂടാതെ കറണ്ട് പോയാൽ ഫാനുകൾക്ക് ആ പഴയ ഒടുക്കത്തെ മൂളശബ്ദം ഉണ്ടാകില്ല. ഹൈക്കോണിൽ നമ്മുടെ KCB ലൈൻ വരുന്ന അതേ ക്വാളിറ്റി കറണ്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഫാനിന് ഒരു ശബ്ദവും ഉണ്ടാകില്ല. കമ്പ്യൂട്ടറിനും TVക്കും ഒരു കേടുപാടും വരില്ല. ഇതിന്റെ മുന്നിൽ ഒരു ചന്തമുള്ള LCD സ്ക്രീൻ ഉണ്ട്. ഇനി ഓവർലോഡ് ആയാൽ കക്ഷി സ്വയം ഓഫായി രക്ഷപ്പെട്ടോളും. എൻ്റെ ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു BLDC ഫാനും ഒരു ലൈറ്റും ഇട്ടാൽ 12 മണിക്കൂർ വരെ ഇത് സുഖമായി ഓടും. ഇതിനെല്ലാം പുറമെ ഇതിന്റെ ടെക്നിക്കൽ ടീം നൽകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സേഫ്റ്റി ടിപ്പ് ഉണ്ട്. നാട്ടിൽ ശക്തമായ ഇടിയും മിന്നലും ഉള്ളപ്പോൾ വീടിന്റെ മെയിൻ സ്വിച്ച് കംപ്ലീറ്റ് ആയി ഓഫ് ചെയ്ത് ലോഡ് പൂർണ്ണമായും ഇൻവെർട്ടറിലേക്ക് മാറ്റുക. ഔട്ട്സൈഡ് ലൈനുകൾ വഴി ഹൈ വോൾട്ടേജ് സർജ് വീടിനുള്ളിലേക്ക് ഇരിച്ചു കയറി നമ്മുടെ കോസ്റ്റ്ലിയായ ഹോം അപ്ലയൻസ് ഡാമേജ് ആവാതിരിക്കാൻ ഇത് സഹായിക്കും. സിമ്പിളായി പറഞ്ഞാൽ പവർ കട്ടാകുമ്പോൾ ബാക്കപ്പ് തരുന്ന ഒരു പവർ സപ്ലൈ മാത്രമല്ല ഇത്, മിന്നലിൽ നിന്ന് നമ്മുടെ ഹോമിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു റിയൽ ബോഡി ഗാർഡ് കൂടിയാണിത്. പക്ഷെ ഒരു കാര്യം, KCBക്ക് ബദലായി വീട്ടിലൊരു മിനി KCB ഉണ്ടാക്കാൻ ആരും നോക്കരുത്. ഇൻവെർട്ടർ ഉണ്ടല്ലോ എന്ന് കരുതി കറണ്ട് പോയ നേരത്ത് മിക്സിയിലിട്ട് ചമ്മന്തി അരയ്ക്കാനും തുണി ഇസ്തിരി ഇടാനും ഒക്കെ ഒന്നിച്ച് നോക്കിയാൽ പക്ഷെ അപ്പോൾ തന്നെ ഓവർലോഡ് കാണിച്ച് ഓഫാകും. മാക്സിമം 960 വോൾട്ട്സ് വരെയുള്ള ലോഡൊക്കെ കക്ഷി സുഖമായി താങ്ങും. അതുകൊണ്ട് ഇത് മനസ്സിൽ വെച്ച് സ്മാർട്ടായി യൂസ് ചെയ്താൽ 0 ഹെഡേക്ക്. എല്ലാ മാസവും കറണ്ട് ബില്ല് കണ്ട് ടെൻഷൻ അടിക്കുന്നവർക്ക്, KCBനെ സ്പോൺസർ ചെയ്യാൻ മനസ്സിലാത്തവർക്ക് കണ്ണും പൊട്ടി വാങ്ങാൻ പറ്റിയ ഐറ്റമാണ് ഹൈക്ക് ആൻഡ് ഹലോ. അപ്പോൾ ഇങ്ങനെയാണ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.